ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ തലശ്ശേരി മാഹി ബൈപ്പാസിലെ പണി തീരാതെ കിടന്ന മാഹി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ പണി കംപ്ലീറ്റായി കഴിഞ്ഞ് പെയിൻറ്റ് വരെ അടിച്ചിരിക്കുകയാണ്. മിക്കവാറും 27-ാം തീയതി ആയിരിക്കണം ഇതിൻ്റെ ഇനോഗ്രേഷൻ. 18.6 കിലോമീറ്ററാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ നീളം. ഇത് അഴിയൂരിൽ നിന്ന് തുടങ്ങി മുഴപ്പിലങ്ങാട് വരെയാണ് ഈ ബൈപ്പാസിൻ്റെ റീച്ച്. ഇത് ഫ്ലൈ ഓവറാണ്, മേൽപ്പാലമാണ്, റെയിൽവേ മേൽപ്പാലമാണ്. മാഹി റെയിൽവേ സ്റ്റേഷനാണ് കണ്ടത്. വളരെ വലിയൊരു റെയിൽവേ മേൽപ്പാലം തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പും കോൺക്രീറ്റും ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ 2-3 ട്രാക്കുകൾ കൂടി വരാൻ വേണ്ടി സ്പേസ് ഇട്ടതിന് ശേഷമാണ് ഈ റെയിൽവേ മേൽപ്പാലം പണിതിരിക്കുന്നത്. ഓൾറെഡി ഇപ്പം 3 ട്രാക്കാണെന്ന് തോന്നുന്നുള്ളത്. അതുകൂടാതെ പുതിയൊരു 3 റെയിൽവേ ട്രാക്കെങ്കിലും നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്പേസ് വിട്ടുകൊണ്ടാണ് ഈ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. സ്പേസ് വിട്ടുകൊണ്ടാണ് ഈ റെയിൽവേ മേൽപ്പാലം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ വികസനത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഇവിടെ ഒരു ട്രാക്കിന് സ്പേസ് ഉണ്ട്. കൂടാതെ ആ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3 ട്രാക്ക് വരെയെങ്കിലും പുതുതായിട്ട് പണിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ റെയിൽവേ ട്രാക്കുകൾ പാത ഇരട്ടിപ്പിക്കലും വികസനവും വന്നാൽ തന്നെ അത് ഈ ബൈപ്പാസിനെ ബാധിക്കുകയില്ല. ഇതാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൽ അവസാനമായി പണി കഴിയേണ്ട റെയിൽവേ മേൽപ്പാലം. മാഹി റെയിൽവേ മേൽപ്പാലമാണിത്. ഇതിൻ്റെ പണി പൂർത്തിയായി. 27-ാം തീയതി, അതായത് ചൊവ്വാഴ്ചയാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം. ഇത് ആണ് ആ ഫ്ലൈ ഓവർ. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വടകരയിൽ നിന്ന് തലശ്ശേരി എത്താൻ മിനിമം ഒരു 15 മിനിറ്റ് മതിയാകും. മാഹി ബ്ലോക്കും തലശ്ശേരിയിലെ ബ്ലോക്കും നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ സെക്യൂരിറ്റിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ച പ്രകാരം 27-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നുണ്ട്, 26-ാം തീയതി കേരളത്തിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 27-ാം തീയതി ഈ തലശ്ശേരി മാഹി ബൈപ്പാസും പിന്നെ കാരോട് ബൈപ്പാസ് ഉണ്ട്, അവിടെയുള്ള കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്, ആ ബൈപ്പാസിൻ്റെയും ഉദ്ഘാടനം മിക്കവാറും ഉണ്ടാവും. 2 ബൈപ്പാസും ഉദ്ഘാടനം ചെയ്യാൻ സാധ്യതയുണ്ട്. തലശ്ശേരിയിലെ കൊളശ്ശേരിക്ക് സമീപമാണ് ടോൾ പ്ലാസ വരുന്നത്. കാറ്, ജീപ്പ്, മിനി വാൻ എന്നിവയ്ക്ക് 65 രൂപയാണ് വൺ സൈഡ് ടോൾ. മിനി ബസ്സും മറ്റ് വലിയ വാഹനങ്ങൾക്ക് 105 രൂപയും വലിയ ബസ്സുകൾക്കും ലോറികൾക്കും 225 രൂപ എന്നിങ്ങനെയാണ് ടോൾ നിരക്ക്. ഈ ബൈപ്പാസിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് മാസം 330 രൂപയിൽ എന്ന ചിലവിൽ പാസും ലഭ്യമാണ്. റെയിൽവേ മേൽപ്പാലം മാത്രമാണ് നിർമ്മാണം പൂർത്തിയാകാതെ കിടന്നത്. അതും കൂടി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. മാഹി റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ആ ബോർഡ് കാണാൻ നിങ്ങൾക്ക്, മയ്യഴി റെയിൽവേ സ്റ്റേഷൻ. അതിനോട് തൊട്ടാണ് ഈ പുതിയ മേൽപ്പാലം വന്നിരിക്കുന്നത്. കാരോത്ത് റെയിൽവേ മേൽപ്പാലം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. മാഹി റെയിൽവേ ഫ്ലൈ ഓവർ. ഈ സർവീസ് റോഡ് വഴി നമുക്ക് ഈ ബൈപ്പാസിലേക്ക് കയറുവാനും ഇറങ്ങുവാനും വേണ്ടി സാധിക്കും. പക്ഷേ ഇനോഗ്രേഷൻ കഴിയാത്തതുകൊണ്ട് ഈ എൻട്രൻസ് എല്ലാം കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പണി ഏകദേശം 100% കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. പെയിൻറ്റ് പ്രവൃത്തികൾ വരെ കഴിഞ്ഞിരിക്കുകയാണ്. റിഫ്ലക്റ്റേഴ്സ് സ്ഥാപിച്ചു, റോഡിലെ മാർക്കിങ് കഴിഞ്ഞു, സൈൻ ബോർഡ്സും സ്പീഡ് ലിമിറ്റും എല്ലാം ചെയ്തിരിക്കുകയാണ്. ടോൾ ബൂത്തും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ബൈപ്പാസിലൂടെ കടന്നു പോകുമ്പോൾ ടോൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. അഴിയൂർ ഭാഗത്താണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിലേക്ക് നമ്മൾ കണ്ണൂരേക്ക് പോകുമ്പോഴുള്ള എൻട്രൻസ്. എക്സിറ്റ് മുഴപ്പിലങ്ങാടായിട്ട് വരും. ഈ തലശ്ശേരി മാഹി ബൈപ്പാസിലൊരു ടോൾ ബൂത്ത് ഉണ്ട്.
നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് ലിമിറ്റൊക്കെ കാണാം. കാർ 80 km/h ട്രക്കും ലോറിയൊക്കെ 60 ആണ് കാണിക്കുന്നത്. 2 ട്രാക്കായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ട്രാക്കിൽ നിന്ന് അപ്പുറത്തെ ട്രാക്കിലേക്ക് ഒരു കാരണവശാലും കടക്കാൻ പറ്റില്ല. NH66 ഇത് മയ്യഴി പുഴയാണ്. അനൗദ്യോഗികമായ അറിയിപ്പ് പ്രകാരം 27-ാം തീയതി, അതായത് നാളെ, ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത്.